അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിലൂടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് കൂടിയാണ്. അതായത് ഡ്രാഗൺ ചിക്കനാണ് ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നില്ലേ, അത് പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. കോമൺ ആയിട്ടും നമ്മൾ ഈ ഒരു ഡ്രാഗൺ ചിക്കൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പം അതിനകത്ത് ബോൺലെസ് ആയിട്ടുള്ള പീസസാണ് കാണാറുള്ളത്. അതായത് ഇപ്പം ഒട്ടും തന്നെ എല്ലില്ലാതുള്ള കഷ്ണങ്ങളാണ് കാണാറുള്ളത്. പക്ഷേങ്കിൽ നമുക്ക് എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങൾ വെച്ചിട്ടും ഈ ഒരു ഡ്രാഗൺ ചിക്കൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഇവിടെ ഒരു 500 ഗ്രാമോളം എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതായത് ബോൺലെസ് പീസസ് ഇതുപോലെ നീളത്തിൽ സ്ട്രിപ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിക്കാണ് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ക്യൂബായിട്ട് നമ്മളിപ്പം ചിക്കൻ ചില്ലിയൊക്കെ ചെയ്യുന്ന ആ രീതിക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 500 ഗ്രാം ബോൺലെസ് പീസാണിത്. കഴുകിയെടുത്തതിന് ശേഷം ഇതിവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. ആദ്യം നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഗ്രേവി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് നമുക്കിതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൊടുക്കാം. രണ്ടും കൂടിയാണ് 1.5 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ലൈറ്റ് ആയിട്ടുള്ള സോയാ സോസ്, അതൊരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. സോയാ സോസ് നമുക്ക് ലൈറ്റ് സോയാ സോസ് എന്ന് പറഞ്ഞിട്ടും പിന്നെ നല്ല ഡാർക്ക് സോയാ സോസ് എന്ന് പറഞ്ഞിട്ടും കിട്ടാറുണ്ട്. നിങ്ങൾ എടുക്കുന്ന കുറച്ച് ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ ഒരു 1 ടീസ്പൂൺ ചേർത്തിയാൽ മതിയാകും. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് മുട്ട കൂടെ ചേർക്കാനുണ്ട്. അതുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യാനുസരണം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മുട്ടയാണ് വേണ്ടത്. അത് കംപ്ലീറ്റ് ആയിട്ടും ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കാം. പിന്നെ നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ വേണ്ട എങ്കിൽ എഗ് വൈറ്റ് മാത്രം ചേർത്തിട്ടും ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു മുട്ട കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല പോലെ തന്നെ ആ ഒരു കോൺഫ്ലോർ ഒന്നും ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, അതുപോലെ ഒന്ന് ലൂസായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വീണ്ടും കോൺഫ്ലോർ ചേർക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് ആദ്യമേ ചേർക്കണ്ട, നമ്മുടെ ആ ഒരു സോയാ സോസ് കൂടെ ഒന്ന് ചേർത്ത് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ചേർത്തിയാൽ മതി. ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിൽ ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺഫ്ലോറിൻ്റെ കൂടെ മൈദ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ മൈദ ഒഴിവാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മൈദയും അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 3/4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ട് അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ താഴെ വശത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മളൊരു 3/4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ താഴെ ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പുറത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട കേട്ടോ, ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് വെക്കുക. ഇനി നമുക്ക് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഓരോ പീസസായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. ആ ഒരു എഗ്ഗും അതുപോലെ കോൺഫ്ലവറും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഒട്ടിപ്പിടിക്കലുണ്ടാവും ഒരുമിച്ച് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടുമ്പം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഡീപ്പായിട്ട് നല്ല കളറ് മാറി ഹാർഡായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട, ഒന്ന് ലൈറ്റായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്ത് എടുത്താൽ മതി. ഇതിൻ്റെ ഒരു വശമൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു വശം കൂടെ കുക്കാക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെയാണ് ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളത് എങ്കിൽ കുറച്ച് ചിക്കൻ നമുക്കൊന്ന് മുങ്ങിപ്പൊരിക്കുന്ന രീതി ഉണ്ടല്ലോ, കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ മുക്കിയിട്ട് പൊരിക്കില്ലേ, ആ രീതിക്ക് പൊരിച്ചെടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റും. 2 വശം ഒരുമിച്ച് തന്നെ കുക്കാവും. ഇതിപ്പോൾ നല്ല കനമില്ലാതെ നല്ല സ്ട്രിപ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. ഇനി ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ നിരത്തി വെച്ച് കൊടുത്തിട്ട് അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രേവി തയ്യാറാക്കുന്നത്.
അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കൻ പീസസും നമ്മളിതുപോലെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഹാർഡായിട്ടില്ല. നമുക്കിപ്പോൾ കഴിക്കുമ്പോൾ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം പാനിൽ തന്നെ ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഉണ്ടാവും. ഇനിയിപ്പോൾ ഓയിൽ കൂടുതലെങ്ങാനും ആണെങ്കിൽ കുറച്ച് ഓയിൽ മാറ്റിയിട്ട് നമ്മൾ ബാക്കി എടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1 ടീസ്പൂണോളം വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. അടുത്തത് അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. രണ്ടും നമ്മൾ വളരെ ഫൈനായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. ഒത്തിരി വലിയ കഷ്ണങ്ങളോ അതല്ലെങ്കിൽ ചതച്ചിട്ടോ ഒന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത്. അതിനൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ കളർ മാറുന്നവരെ നിൽക്കണ്ട, അത് ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നിന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സ്പ്രിംഗ് ഓണിയൻ ആണ്. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് സ്പ്രിംഗ് ഓണിയൻ. ഇതിൻ്റെ ഒരു താഴെയുള്ള വൈറ്റ് ഭാഗമാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വൈറ്റ് പോർഷൻ അരിഞ്ഞിട്ട് കിട്ടുമ്പം ഏകദേശം ഇത്രയും ഉണ്ടാവും, ഒരു 2 സ്പ്രിംഗ് ഓണിയൻ്റെ. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് കൂടെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തിട്ട് കൂടെ കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് സോയാ സോസ് ആണ്. അതായത് ലൈറ്റ് ആയിട്ടുള്ള സോയാ സോസ് ഒരു 2 ടീസ്പൂണോളം ചേർക്കാം. അത് ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് റെഡ് ചില്ലി സോസാണ്. കുറച്ച് എരിവുള്ള സോസാണത്. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് 2 സോസും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ ഇതുപോലെ സോസൊക്കെ ചേർക്കുമ്പം ഈ ഒരു ഡിഷിൽ നല്ല ഏത് ഡിഷിലേക്കും നമ്മൾ സോസ് ചേർക്കുമ്പം ആദ്യമേ ഉപ്പ് ചേർക്കരുത് കേട്ടോ. നമ്മൾ ചേർക്കുന്ന സോസിനകത്തൊക്കെ തന്നെയും ഉപ്പുണ്ടാവും. അപ്പോൾ സോസൊക്കെ ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. അത് ഞാനൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ എടുക്കുന്ന ടൊമാറ്റോ കെച്ചപ്പൊക്കെ ടേസ്റ്റ് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. ആവശ്യമെങ്കിൽ വീണ്ടും ഒരു 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ സോസൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കും കൂടെ വേണം കേട്ടോ. നമ്മൾ സോസൊക്കെ തന്നെയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അതായത് നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഞാനൊരു 1.5 ടീസ്പൂണോളം ചേർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. അതൊക്കെ തന്നെയും ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ, സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് നോക്കിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ എല്ലാം തന്നെ ടേസ്റ്റ് ഒന്ന് ഈ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് വളരെ ചെറുതായിട്ടുള്ള ഒരു ക്യാപ്സിക്കം ആണ്. വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാകും, ചെറുതാണെങ്കിൽ ഒന്ന് തന്നെ എടുക്കാവുന്നതാണ്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഗ്രീൻ ക്യാപ്സിക്കം ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ റെഡോ ഓറഞ്ചോ ഏത് കളർ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ, നമ്മുടെ നോർമലായിട്ടുള്ള പച്ച വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്തിട്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ കുറച്ച് കോൺഫ്ലോർ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം ഈ ഒരു സോസിൻ്റെ കൂടെ ഇതുകൂടെ ചേരുമ്പം നമ്മളത് ലാസ്റ്റ് നമ്മുടെ ചിക്കനിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് നിൽക്കുമ്പം നല്ലൊരു ഗ്ലൈസിങ് കൂടെ ഉണ്ടാവും. നല്ലൊരു കാണാനും നല്ല അട്രാക്റ്റീവ് ആയിരിക്കും ഈ ഒരു ഡ്രാഗൺ ചിക്കൻ. പിന്നെ ഒരു ചെറുതായിട്ടൊരു ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കൂടെ വരും. നമ്മൾ ഈ ഒരു സോസൊക്കെ ചേർത്തിട്ടില്ല, അതിനൊരു തിക്നെസ് കൂടെ വരും. അപ്പോൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ക്യാപ്സിക്കം ഒന്നും ഓവറായിട്ട് കുക്കായിട്ട് പോകണ്ട കേട്ടോ. സാധാരണ നമ്മൾ കറികൾക്കൊക്കെ ചെയ്യുന്ന പോലെ ഓവറായിട്ട് കുക്കായിട്ട് പോകുന്നു വേണ്ട. ആ ഒരു ലൈറ്റ് ഗ്രീൻ കളർ തന്നെ വേണം. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യുമ്പം ഒരു ഇത്തിരി ഉപ്പ് കൂടെ ആവാം. അപ്പോൾ നമുക്ക് ശകലം ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു സോസിൻ്റെ കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ ഒരുപാട് ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി ഈ ഒരു സോസുമായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഈ ഒരു ചിക്കനും അതുപോലെ നമ്മുടെ ഈ ഒരു സോസായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് നമ്മളെ ഒരു റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ് റെഡ് ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 2 or 3 എന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കോമൺ ആയിട്ടും ഡ്രാഗൺ ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി സ്പൈസി തന്നെയാണ്. പിന്നെ നമ്മൾ ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം നേരത്തെ നമ്മുടെ
സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് എടുത്തിരുന്നില്ല, അതിൻ്റെ ഗ്രീൻ പാർട്ട് ഉണ്ട് കുറച്ച് മുകളിലേക്കുള്ള ആ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രാഗൺ ചിക്കൻ തയ്യാറാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കുക. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു.